أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1666 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 41-ാമത്തെ അധ്യായമായ സൂറത്ത് ഫുസ്സിലത്തിലെ 33-34 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. صدق الله العلي العظيم. സൂറത്ത് ഫുസ്സിലത്തിലെ 33-34 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായിട്ടുള്ളത്. ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആകുന്നു എന്ന് പ്രഖ്യാപിക്കുകയും എന്നിട്ട് വിശ്വാസപരമായ ദാർഢ്യതയെ കാണിച്ചുകൊണ്ട് ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകൾ അവരുടെ മേൽ അവരെ ആശ്വസിപ്പിക്കുക എന്ന അവർക്ക് കരുത്തു പകരുക എന്ന ഉദ്ദേശത്തോടു കൂടി നിരന്തരമായി അള്ളാഹുവിന്റെ മാലാഖമാര് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അവരോട് നിങ്ങൾ യാതൊരു നിലക്കും ഭയപ്പാട് കാണിക്കേണ്ടതില്ല, നിങ്ങൾ ഒന്നിന്റെ പേരിലും ദുഃഖിക്കേണ്ടതില്ല. നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വർഗം അക്കാര്യം യാഥാർത്ഥ്യമാകുന്നതിനെ ഉൾക്കൊണ്ടുകൊണ്ട് സന്തുഷ്ടരായിക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ടാണ് മലക്കുകൾ അവരെ സമീപിക്കുന്നത്. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വൽ ആഖിറ വഫിൽ ആഖിറ. ഈ ഐഹിക ലോകത്തും അതുപോലെ പാരത്രിക ലോകത്തും നിങ്ങളുടെ ഏറ്റവും അടുത്ത മിത്രങ്ങളായിട്ടാണ് ഞങ്ങളുള്ളത് എന്നും പറഞ്ഞുകൊണ്ടാണ് മലക്കുകൾ അവരോട് അടുപ്പം കാണിച്ച് അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് കരുത്തു പകരുകയൊക്കെ ചെയ്യുന്നു. അവർ നേരിടുന്ന വലിയ പ്രതിസന്ധി സന്ദർഭങ്ങളിലൊക്കെ തന്നെയും മലക്കുകൾ അവരെ ഈ വിധത്തില് ആശ്വസിപ്പിക്കുകയും ധൈര്യം പകരുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോ അത് അവരുടെ മനസ്സിൽ അവരനുഭവിക്കുന്ന ഒരു ആശ്വാസവും ആനന്ദവും ഒക്കെ ആയിട്ട് ആണ് ഉള്ളതെങ്കിൽ അപൂർവം സന്ദർഭങ്ങളിലെങ്കിലും അവരുടെ മുന്നിൽ വന്നു ചേരുന്ന ചില സാന്നിധ്യങ്ങളായിട്ട് തന്നെയും അവർക്കത് അനുഭവിക്കാൻ സാധിക്കും എന്നാണ് ഹദീസുകൾ ഇത് സംബന്ധമായിട്ട് വ്യക്തമാക്കുന്നത്. അവര് തുടർന്ന് ഈ വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾ സന്തുഷ്ടരായിക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തെക്കുറിച്ച് നടത്തുന്ന വിവരണത്തില് അവരോട് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും അതുപോലെ നിങ്ങൾ ആവശ്യപ്പെടുന്നതൊക്കെയും നിങ്ങൾക്ക് അവിടെ ഉണ്ട്.
അത് കാരുണ്യവാനും ഏറെ പുറത്തു കൊടുക്കുന്നവനുമായ അള്ളാഹുവിന്റെ നിങ്ങൾക്കായുള്ള സൽക്കാരമാണ്, നിങ്ങൾക്കായുള്ള വിരുന്നാണ് എന്ന വിധത്തിലാണ് മലക്കുകൾ അവരോട് സംസാരിക്കുന്നത്. ഈ കാര്യം അള്ളാഹു ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയ പോലെ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും നേരിട്ടുകൊണ്ടിരുന്ന വലിയ എതിർപ്പും ശത്രുതയും പകയും ഒക്കെ അവരെ വല്ലാതെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു സന്ദർഭത്തിലാണ്. ഇങ്ങനെയുള്ള കടുത്ത പ്രതിസന്ധി ഘട്ടങ്ങളിൽ തങ്ങൾ ഒറ്റപ്പെട്ടു പോയി, തങ്ങളോടൊപ്പം നിലകൊള്ളാൻ ആരുമില്ല, അല്ലെങ്കിൽ തങ്ങൾക്ക് ഒരു തണലായിട്ടോ പിന്തുണയായിട്ടോ ഒന്നും ആരുമില്ല എന്നൊക്കെ തോന്നുന്ന അവസരങ്ങളിൽ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ മാലാഖമാര് ഈ ഈമാനും ഇസ്തിഖാമത്തും കാണിക്കുന്ന ആളുകളെ ആശ്വസിപ്പിക്കുന്ന വിധത്തിൽ അവരുടെ അടുക്കൽ എത്തിക്കൊണ്ടിരിക്കുകയും അവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നു എന്നതാണ് അള്ളാഹു ഇവിടെ നൽകുന്ന സൂചന. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വിശ്വാസികൾക്കും അള്ളാഹു വലിയ വിധത്തിലുള്ള ആശ്വാസം പകരുന്ന ഒരു നടപടിയാണ് ഈ വിവരണത്തിലൂടെ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസ മാർഗത്തിൽ നിലകൊള്ളുന്ന ഈ ആളുകളെ ആശ്വസിപ്പിക്കുകയും അവർക്ക് കരുത്തു പകരുകയും ചെയ്തുകൊണ്ട് അതിനെ തുടർന്ന് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിലായിട്ട് അള്ളാഹു അവരുടെ ദൗത്യത്തിലേക്ക് പ്രചോദിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അവരെ ആശ്വസിപ്പിച്ചു, ആനന്ദിപ്പിച്ചു, അവർക്ക് വേണ്ട സാന്നിധ്യം നൽകി, അവരിൽ നിന്ന് ഭയവും അതുപോലെ ഭീതിയും വ്യസനവും ഒക്കെ നീക്കി കളഞ്ഞു. ഇങ്ങനെയുള്ള ഇടപെടലുകൾ നടത്തിയതിനു ശേഷം യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനും അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് നിലകൊള്ളുന്ന വിശ്വാസികളും നിർവഹിക്കേണ്ട ദൗത്യം ഏതു വിധത്തിലുള്ളതാണ് എന്നതാണ് അവരെ തുടർന്നുള്ള ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകളിലായിട്ട് അള്ളാഹു അവരെ ബോധ്യപ്പെടുത്തുന്നത്. നമുക്ക് ഈ ആയത്തുകൾ ശ്രദ്ധാപൂർവം ഒന്ന് വായിച്ചു നോക്കാം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹ. അള്ളാഹു ഒരു കൂട്ടരെ കുറിച്ച് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ കുറിച്ച് പറയുകയാണ്. ആരാണ് അവരെക്കാൾ സംസാരത്തിന്റെ കാര്യത്തിൽ, വചനത്തിന്റെ കാര്യത്തിൽ ഉത്തമരായിട്ടുള്ളത് എന്നതാണ്. ആരാണ് ഈ കൂട്ടർ? അവരുടെ സംസാരമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അവരെക്കാൾ ഉത്തമമായ സംസാരം നടത്തുന്നവരായിട്ട് ആരുമേ ഇല്ല എന്നൊരു സൂചനയാണ് നൽകുന്നത്. ആരെക്കുറിച്ചാണ്, ആരുടെ സംസാരത്തെ കുറിച്ചാണ് പറയുന്നത്? മിമ്മൻ ദഅ ഇലല്ലാഹ്. ഒന്നാമതായിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ പ്രബോധനം ചെയ്യുന്നവർ. വഅമില സ്വാലിഹൻ. സൽക്കർമ്മികളായിട്ട് നിലകൊള്ളുകയും ചെയ്യുന്നവർ. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഞാൻ അള്ളാഹുവിന് സമർപ്പിച്ചവരുടെ കൂട്ടത്തില്, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തില് പെട്ടവനാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരാള്. അങ്ങനെയുള്ള ഈ മൂന്ന് കാര്യങ്ങൾ നിർവഹിക്കുന്നവനേക്കാൾ ഉത്തമമായ സംസാരം ആരുടേതുണ്ട് എന്നതാണ് ഇവിടെ ചോദ്യം. ഏറ്റവും നല്ല സംസാരം, ഏറ്റവും സ്വീകാര്യമായതും അഭിലഷണീയവും ആയതുമായ സംസാരം ആരുടേതാണ് എന്നതാണല്ലോ ഇവിടുത്തെ ഉന്നയിക്കപ്പെടുന്ന ചോദ്യം. ഈ മൂന്ന് പ്രത്യേകതകൾ തികഞ്ഞ ഒരാളുടെ സംസാരം ഉണ്ടല്ലോ, അവരുടെ സംസാരത്തിനേക്കാൾ മെച്ചപ്പെട്ട സംസാരമായിട്ട് ഒരാളുടേതും ഉണ്ടാവില്ല എന്നൊരു സൂചനയാണ് ഇവിടെ നൽകപ്പെടുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ ഇവിടെ മലക്കുകളുടെ സാന്നിധ്യം കൊണ്ടും അള്ളാഹു ഈ സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടും ഒക്കെ ഒരു കൂട്ടരെ അള്ളാഹു ധൈര്യപ്പെടുത്തി ശക്തിപ്പെടുത്തി നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് അവരിൽ എന്ത് ഗുണങ്ങളാണ് പ്രകടമാവേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് അവര് മികവ് പുലർത്തുന്നവരായിട്ട് പ്രത്യക്ഷത്തിൽ കാണേണ്ടത് എന്നത് അള്ളാഹു പരോക്ഷമായിട്ട് പഠിപ്പിക്കുകയാണ് ഈ ആയത്തിൽ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്. ഒന്നാമത് പറയുന്ന കാര്യം ഇതാണ്.
ഏറ്റവും നല്ല സംസാരം, ഇതിനേക്കാൾ മെച്ചപ്പെട്ട സംസാരം ഉള്ളത് ആരുണ്ട് എന്നതാണല്ലോ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന കാര്യം. ആരെക്കാളും എന്നാണ് പറയുന്നത്? മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, അള്ളാഹുവിന് വിധേയപ്പെടുന്ന, അള്ളാഹുവിന്റെ ഇബാദുകളാകാൻ ജനങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം നിർവഹിക്കുന്ന ആളുകൾ. അങ്ങനെ ഒരാളെക്കാൾ മെച്ചപ്പെട്ട ഒരു ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആരാണുള്ളത്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. മനുഷ്യ സൃഷ്ടിപ്പിന്റെ തന്നെ ലക്ഷ്യം സ്വമേധയാ മനുഷ്യര് അള്ളാഹുവിന് വിധേയപ്പെടുന്നവരായി മാറുക എന്നതാണ്. അവര് ഈ പ്രപഞ്ച സംവിധാനത്തില് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ ആയാത്തുകൾ നിരീക്ഷിച്ച്, വെളിപാടുകളിലൂടെ അവരെ കേൾപ്പിക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുവിന്റെ ആയാത്തുകളെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രപഞ്ച സംവിധാനത്തിന്റെ സ്രഷ്ടാവായ റബ്ബിനെ തിരിച്ചറിഞ്ഞ് അവന് വിധേയപ്പെടാൻ, അവന്റെ ഇബാദുകളിൽ പെടാൻ സന്നദ്ധനാവുക എന്നതാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ തന്നെ ലക്ഷ്യം. അങ്ങനെ ഒരാള് സന്നദ്ധനാകുന്നു അള്ളാഹുവിന് വിധേയപ്പെടാൻ. എന്നിട്ട് ആ മാർഗത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വിധേയപ്പെടുക എന്നൊരു കാര്യം മനുഷ്യര് ചെയ്യുന്നതിലേക്ക് ആളുകളെ ക്ഷണിക്കുകയാണ്. അപ്പോ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന്റെ ശരണിയിലേക്ക്, അള്ളാഹുവിന് ഇബാദുകളാകുന്ന ഒരു കാര്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള്. വഅമില സ്വാലിഹൻ, അത് കേവലമായ ജനങ്ങളെ ക്ഷണിക്കൽ മാത്രമല്ല, അത് ഒരു ജീവിത രീതി സ്വീകരിക്കുന്നതിലേക്കുള്ള ക്ഷണം കൂടിയാണ്. അള്ളാഹുവിന് സമർപ്പിക്കുന്ന ഒരാള് സ്വീകരിക്കുന്നത് ഒരു ജീവിത രീതിയാണ്. അയാളുടെ ജീവിതത്തിന്റെ സകല കാര്യങ്ങളിലും അള്ളാഹുവിനുള്ള ആ സമർപ്പണത്തിന്റെ പ്രതിഫലനം ഉണ്ടാവും. അയാളുടെ സംസാരത്തിലും പ്രവർത്തനത്തിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ പിന്നെ അവരുടെ അമല് മുഴുവനും ക്യാരക്ടറൈസ് ചെയ്യപ്പെടുന്നത് ആ വിധേയത്വത്തിന്റെ ലക്ഷണമുള്ള വിധത്തിലായിരിക്കും. വഅമില സ്വാലിഹ എന്ന് പറഞ്ഞാൽ അതാണ്. അള്ളാഹുവിന് വിധേയപ്പെട്ട ഒരാൾ ചെയ്യുന്ന സകല കാര്യങ്ങളിലും അയാളുടെ വിധേയപ്പെടൽ അള്ളാഹുവിനാണ് എന്നതിന്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകും. അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയും തന്നെ, അത് പേരെടുത്ത് പറയാവുന്ന അറിയപ്പെടുന്ന അഅ്മാലുകളായാലും അതല്ലാത്ത നിത്യജീവിതത്തിലെ ഓരോ പ്രവർത്തനമായാലും, അതിലൊക്കെയും തന്നെ ഞാൻ വിധേയപ്പെടുന്നത് അള്ളാഹുവിനാണ് എന്ന ഒരു പ്രഖ്യാപനത്തിന്റെ ഒരു റിഫ്ലക്ഷൻ കാണും. അതിനാണ് അഅ്മാലു സ്വാലിഹാത്ത് എന്ന് പറയാം. അത് ഒരു പുഞ്ചിരിയിൽ ഉണ്ടാകും, വസ്ത്രധാരണത്തിൽ ഉണ്ടാകും, ആളുകളോടുള്ള പെരുമാറ്റത്തിൽ ഉണ്ടാവും, നിലപാടിലുണ്ടാവും, അവരുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടാവും, സാമൂഹ്യ ഇടപെടലുകളിൽ ഉണ്ടാകും. അതുപോലെ സ്വാഭാവികമായിട്ടും നമ്മൾ പരിഗണിക്കുന്ന ഇബാദാത്തുകളിലും അഅ്മാലുകളിലും ഒക്കെ അത് പ്രകടമാവും. അങ്ങനെ അള്ളാഹുവിന് ഞാൻ വിധേയപ്പെട്ടിരിക്കുന്നു എന്ന ഒരു കാര്യം പ്രകടമാവുന്ന വിധത്തില് ഒരാൾ നിർവഹിക്കുന്ന സകല പ്രവർത്തനങ്ങളും ഈ വിധത്തില് അഅ്മാലു സ്വാലിഹാത്തായിട്ട് പരിഗണിക്കപ്പെടുന്ന സംഗതിയാണ്. അപ്പൊ ഇത് അള്ളാഹു പറയുന്നത്, അള്ളാഹുവിന് വിധേയപ്പെടാൻ വേണ്ടി ജനങ്ങളെ വിളിക്കുന്ന ഒരാള്, മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ആളുകൾ, അള്ളാഹുവിന്റെ ശരണിയിലേക്ക് ആളുകളെ വിളിക്കുന്ന ഒരാൾ. അയാളത് കേവലമായി ജനങ്ങളെ വിളിക്കുക എന്നുള്ള കാര്യത്തിൽ മാത്രം പരിമിതപ്പെടുത്തുകയല്ല. അയാളുടെ ജീവിതത്തിലെ സകല കർമ്മങ്ങളും തന്നെ ആ ഒരു സംഗതിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അതുകൊണ്ട് അയാളുടെ കർമ്മങ്ങളൊക്കെയും സ്വാലിഹ ആയ കർമ്മങ്ങളായിട്ട് മാറുകയാണ്. അതിന് അള്ളാഹുവിനുള്ള വിധേയപ്പെടലാണ് അതിന്റെ ഒരു അടിസ്ഥാനം. അപ്പൊ അങ്ങനെ ചെയ്ത ഒരാള് വഅമില സ്വാലിഹ, എന്നിട്ട് അയാൾ പറയുകയാണ്, പ്രഖ്യാപിക്കുകയാണ്. എന്താണ് പറയുന്നത്? ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന്, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ്, ഞാൻ അള്ളാഹുവിന് വിധേയപ്പെട്ടവനാണ് എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കാൻ അയാൾ മുതിരുകയാണ്. ഈ പ്രഖ്യാപനത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവല്, അള്ളാഹുവിന്റെ ഏകത്വം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്
നിലകൊള്ളുന്നത് വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു സംഗതിയായി മാറുന്ന ജീവിത സാഹചര്യങ്ങളെ വിലയിരുത്തുമ്പോഴാണ് ഇത് എത്ര പ്രാധാന്യമുള്ളതാണ് എന്നത് നമുക്ക് മനസ്സിലാവുക. സമീപകാലത്ത് അല്ലെങ്കിൽ പിന്നിട്ട 8-10 വർഷങ്ങളിലേറെയായിട്ട് പേര് ചോദിച്ചുകൊണ്ട് പേര് വെളിപ്പെടുത്തുമ്പോൾ മുസ്ലിം ഐഡന്റിറ്റി ഡിസ്ക്ലോസ്ഡ് ആവുമ്പോൾ ആക്രമണത്തിന് ഇരയാകുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഒരു സമുദായത്തിലെ അംഗമാണ് എന്നതിന്റെ വല്ല ലക്ഷണവും കാണുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പല വിധത്തിലുള്ള ദ്രോഹം ഏറ്റുവാങ്ങേണ്ടി വരുന്ന, പല വിധത്തിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു സാമൂഹ്യ സാഹചര്യമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചില തൊഴിലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇങ്ങനെയുള്ള പീഡനങ്ങള്, അക്രമങ്ങളൊക്കെ ജനങ്ങൾ ഏറ്റുവാങ്ങുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഭീഷണി നിലനിൽക്കുമ്പോ പേര് ചോദിക്കുമ്പോ അല്ലെങ്കിൽ തന്റെ മേൽവിലാസം വെളിപ്പെടുത്തേണ്ടി വരുമ്പോ, തന്റെ വിശ്വാസം എന്താണ് എന്നത് വ്യക്തമാക്കേണ്ടി വരുമ്പോ അതിനൊക്കെ വലിയ വെല്ലുവിളിയായിട്ട് അല്ലെങ്കിൽ അതിനൊക്കെ വലിയ അനന്തരഫലങ്ങൾ ഉണ്ടാകുന്ന വിധത്തില് കോൺസിക്വൻസസ് നേരിടേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്ന സന്ദർഭത്തില് ഞാനൊരു മുസ്ലിമാണ്, പ്രപഞ്ച സ്രഷ്ടാവായ അള്ളാഹുവിന് വിധേയപ്പെട്ട, അവന് കീഴ്പ്പെട്ട ഒരാളാണ് ഞാൻ എന്നൊരാള് പറയുക എന്നത് ഇത്തരം വെല്ലുവിളികളുടെ സന്ദർഭങ്ങളിൽ അതിന് അയാൾ ഒരു പക്ഷേ കൊടുക്കേണ്ടി വരുന്ന വില സ്വന്തം ജീവൻ തന്നെയായിരിക്കും. ഇതുപോലെ ഇത് നമ്മുടെ ചുറ്റുപാടിലും നമ്മുടെ സാഹചര്യത്തിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഈ സൂറത്ത് അവതരിക്കുന്ന ഘട്ടത്തിൽ മക്കയില് പല മുസ്ലിമീങ്ങളുടെയും അവസ്ഥ അങ്ങനെയായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ആണ് എന്ന് പറയേണ്ടി വരുന്നത് വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു സംഗതിയാണ്. മക്കയിലെ മുശ്രിക്കുകള്, അവിടുത്തെ പ്രമാണിമാര് ഒക്കെ അങ്ങനെ പറയുന്ന ആളുകളെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയും അവരെ പല വിധത്തിലുള്ള അക്രമത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലമാണത്. ആ ഒരു കാലത്ത് ഈ 3 സംഗതികൾ നിർവഹിക്കുന്ന ഒരാളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ഭൗതികമായ നിരീക്ഷണത്തിൽ അയാൾ വലിയ അപകടത്തിൽ ചാടിയിരിക്കുന്നു എന്ന് പറയുന്നതിന് തുല്യമായിരിക്കും. എന്നാൽ അള്ളാഹു ഇവിടെ പറയുന്നത് അതാണ് ഏറ്റവും ഉത്തമമായ ഒരു അവസ്ഥ ഒരാൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് എന്നതാണ് ഇവിടെ നൽകപ്പെടുന്ന സൂചന. മലക്കുകള് അവരുടെ ഔലിയ ആയിട്ട് വന്നുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുകയാണല്ലോ. എന്നിട്ട് അവരെ പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യമുണ്ടല്ലോ അതാണ് ഏറ്റവും ഉത്തമമായത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ ഇത് പറഞ്ഞതിന്റെ പേരിലാണ്, അല്ലെങ്കിൽ ഈ നിലപാട് സ്വീകരിക്കുന്നവരായതിന്റെ പേരിലാണ് നഹ്നു ഔലിയാഉകും ഫിദ്ദുനിയ വഫിൽ ആഖിറ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകള് നിങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നത് എന്നതാണ് ഈ പറയുന്നതിന്റെ വേറൊരു അർത്ഥം. അപ്പൊ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നിരന്തരമായി മനുഷ്യ സമൂഹത്തില് ഈ വിശ്വാസമാർഗം സ്വീകരിക്കുന്ന ആളുകളുടെ മുന്നിൽ രൂപപ്പെട്ടു വന്നുകൊണ്ടേയിരിക്കും. മേൽവിലാസമാണ് കാര്യം, നമ്മുടെ ഐഡന്റിറ്റിയാണ് കാര്യം, നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുന്ന നമ്മളുടെ ആദർശവാക്യമാണ് കാര്യം, അതിന്റെ റിഫ്ലക്ഷനുള്ള നമ്മുടെ ജീവിത പ്രവർത്തനങ്ങളാണ് കാര്യം എന്നത് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോവേണ്ടി വരും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും വിശ്വാസികളോടുമായിട്ട് അല്ലാഹു അവരെ അവരുടെ യഥാർത്ഥ കർമ്മങ്ങളിലേക്ക് പ്രചോദിപ്പിക്കുന്ന വിധത്തിൽ പറയുന്നത് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിന് അടിമപ്പെടാൻ വേണ്ടി ജനങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള്, വഅമില സ്വാലിഹൻ, അയാൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയും തന്നെ ആ വിശ്വാസത്തിന്റെ അടിത്തറയിലുള്ള അതിന്റെ റിഫ്ലക്ഷനുള്ള സൽക്കർമ്മങ്ങളാണ്. അങ്ങനെയുള്ള സൽക്കർമ്മങ്ങളിൽ വ്യാപൃതനാവുകയും ചെയ്യുന്ന ആള്. വഖാല, അതോടൊപ്പം അയാള് ധൈര്യസമേതം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇങ്ങനെ പ്രഖ്യാപിക്കുക കൂടി ചെയ്യാണ്. എന്താണ് ആ പ്രഖ്യാപനം? വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ,
ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ് എന്ന്. അനുകൂലമായ സാഹചര്യത്തിൽ വളരെ നിർദോഷകരമായ അവസ്ഥകളിൽ ഞാൻ മുസ്ലിമാണ് എന്ന് പറയുക എന്നതിൽ വലിയൊരു മികവൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അത് അയാളൊരു വസ്തുത പറയുന്നു എന്നേ ഉണ്ടാവുള്ളൂ. എന്നാൽ പ്രാതികൂല്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടങ്ങളിൽ ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാൻ സന്നദ്ധത കാണിക്കുക. ലോകം നമ്മളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു പറച്ചിലുണ്ടാക്കുന്ന ഒരു വ്യത്യാസം കാരണമായിട്ട് പിന്നീട് അങ്ങോട്ട് ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും ആ ഒരു മേൽവിലാസത്തിലാണ് അറിയപ്പെടുന്നതും അതുകൊണ്ട് ഉണ്ടാകുന്ന അനന്തരഫലങ്ങളാണ് ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യുന്നത്. അങ്ങനെ പ്രഖ്യാപിക്കാൻ കൂടി സന്നദ്ധനാവുന്ന ഒരാൾ അവനേക്കാൾ ഉത്തമമായ സംസാരം നിർവഹിക്കുന്നവനായിട്ട് വേറെ ആരുണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ ഒരു ചോദ്യമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകനോടും അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുയായികളോടും അള്ളാഹു ഇവിടെ പറയുന്നത് നിങ്ങൾ ഈ 3 ഗുണങ്ങളുള്ളവരായിട്ട് മുന്നേറുക എന്നാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അള്ളാഹുവിന് വിധേയപ്പെടുന്നവരാകുന്നതിനായി ജനങ്ങളെ ക്ഷണിക്കുക, സൽക്കർമ്മികളായിക്കൊണ്ടിരിക്കുക. അതുപോലെ ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ്, അള്ളാഹുവിന് വിധേയപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലാണ് എന്ന് വളരെ ധൈര്യപൂർവം പരസ്യമായി പറയാനുള്ള ആർജവവും തൻ്റെടവും കാണിക്കുക. ഈ 3 ഗുണങ്ങളുള്ളവരായിട്ട് നിങ്ങൾ മാറുക. അതാണ് നിങ്ങളെ ഏറ്റവും ഉത്തമമായ സംസാരം നടത്തുന്നവരാക്കി മാറ്റുന്നത്. ഇവിടെ ഏറ്റവും ഉത്തമമായ സംസാരം എന്ന് പറയുന്നത് വമൻ അഹ്സനു ഖൗല എന്ന് പറയുന്നത് കേവലം സംസാരത്തെ കുറിച്ചല്ല. അത് നിലപാടാണ്, പെരുമാറ്റമാണ്, ഒരാളുടെ പ്രഖ്യാപനമാണ്, ആദർശമാണ്, അയാളുടെ കർമ്മസരണിയാണ്. ഇതൊക്കെയാണത്. അപ്പൊ ഒരാള് ഏറ്റവും ഉത്തമമായ കർമ്മസരണിയിൽ എത്തുന്നത് എപ്പോഴാണ്? ഒരാൾ ഏറ്റവും ഉത്തമമായ സംസാരം നടത്തുന്നവനായി മാറുന്നത് എപ്പോഴാണ്? ഒരാൾ ഏറ്റവും ഉത്തമമായ രാഷ്ട്രീയ നിലപാട്, സാമൂഹ്യ ഇടപെടലുകൾ നടത്തുന്ന ആളായി മാറുന്നത് എപ്പോഴാണ്? ഈ 3 സംഗതികൾ അയാളില് മേളിക്കുമ്പോഴാണ്. ഒന്നാമത്തത് അയാളുടെ കർമ്മസരണി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഇബാദുകളാവാൻ വേണ്ടി ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘത്തിന്റെയോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെയോ ഭാഗമായിട്ട് അയാൾ നിലകൊള്ളുന്നു. രണ്ടാമത്തത് അയാളുടെ ജീവിതത്തിലെ മുഴുവൻ കർമ്മങ്ങളിലും അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ട്. അയാൾ ജനങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ആദർശ സരണിയിലേക്കാണല്ലോ. ആ ആദർശ സരണിയുടെ ഒരു പ്രതിഫലനമുള്ള പ്രവർത്തനങ്ങളാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ. മൂന്നാമതായിട്ട് അയാൾ പറയുന്ന കാര്യം, അതിൽ യാതൊരു ചാഞ്ചല്യവും അധൈര്യവും ഒന്നുമില്ലാതെ പറയുന്ന കാര്യം ഞാൻ മുസ്ലിമാണ് എന്നതാണ്. അതൊരു വലിയ വ്യത്യാസം ഉണ്ടാക്കുന്ന ഒരു പ്രഖ്യാപനമാണ്. വലിയ മാറ്റം ഉണ്ടാക്കുക, നിലപാടുകളിൽ മാറ്റം ഉണ്ടാക്കും, ആളുകൾ പ്രതികരിക്കുന്ന രീതിയിൽ മാറ്റം ഉണ്ടാക്കും, വലിയ വ്യത്യാസം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഇന്നനി മിനൽ മുസ്ലിമീൻ എന്നൊരാൾ പ്രഖ്യാപിക്കുക എന്നത് അത് നമ്മളുടെ വിശ്വാസ സരണിയിൽ തന്നെ ഉള്ള ആളുകളുടെ ഇടയിൽ പ്രഖ്യാപിക്കുക എന്ന ഒരു സംഗതി വളരെ എളുപ്പമായിട്ടൊക്കെ തോന്നാം. പക്ഷെ പ്രതികൂലമായി വളരെ കടുത്ത വെല്ലുവിളികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിലാണെങ്കിൽ അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്താതിരിക്കാനാണ് പരമാവധി പലപ്പോഴും പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് അതിന്റെ പൊതു പ്രവണത. എന്നാൽ വിശ്വാസത്തില് അഭിമാന ബോധത്തോടു കൂടി അത് പ്രഖ്യാപിക്കാൻ മുതിരുക എന്ന് പറയുമ്പോൾ അയാളുടെ സംസാരം ഏറ്റവും ഉന്നതമായി മാറും, അയാളുടെ നിലപാട് ഏറ്റവും ഉന്നതമായി മാറും, അയാളുടെ രാഷ്ട്രീയവും സാമൂഹ്യ ഇടപെടലും ഒക്കെ ഏറ്റവും മഹോന്നതമായ ഈ പ്രഖ്യാപനത്തിന്റെ പ്രതിഫലനമുള്ളതായി മാറും എന്നതാണ് വസ്തുത. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനും അദ്ദേഹത്തിന്റെ അനുയായികളും ഒക്കെ ഈ 3 അടിത്തറകളിൽ നിലകൊള്ളുന്നവരായിട്ട് മുന്നേറുകയാണ് വേണ്ടത് എന്നതാണ് ഇവിടെ അള്ളാഹു പരോക്ഷമായിട്ട് സൂചിപ്പിക്കുന്ന കാര്യം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. പ്രതികൂല സാഹചര്യങ്ങൾ നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പോഴാണ്
ഈ പ്രഖ്യാപനം എത്രമാത്രം വിലപ്പെട്ടതാണ് എന്നത് നമുക്ക് മനസ്സിലാവുക. വലാ തസ്തവി അൽ ഹസനതു വല സയ്യിഅ, എന്നിട്ട് അള്ളാഹു പറയുകയാണ് വലാ തസ്തവി അൽ ഹസനതു വല സയ്യിഅ, നന്മയും തിന്മയും പരസ്പരം ഒരുപോലെ ആവുകയില്ല. വലാ തസ്തവി അൽ ഹസനതു വല സയ്യിഅ. ഇപ്പൊ നമ്മള് ഇന്നലെ ചില രക്തസാക്ഷ്യങ്ങൾ അറിയാൻ ഇടയായി. ചില അതിപ്രമുഖരായ ചില ആളുകൾ, ഇസ്ലാമിന്റെ പക്ഷത്ത് നിലകൊള്ളുന്ന ചില ആളുകൾ വളരെ ധീരോദാത്തമായ നിലപാടുകളുമായി ജീവിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹാദത്ത് വരിക്കുകയും ചെയ്യുന്ന ഒരു പക്ഷം. മറുപക്ഷത്തും പലരും മരിക്കുന്നൊക്കെ ഉണ്ടാവും. പക്ഷെ അവരെന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നതിനെ ആശ്രയിച്ചുകൊണ്ടാണ് അവരുടെ മരണം എന്തുമാത്രം മഹത്വം ഉള്ളതാണ്, അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള മഹത്വം ഇല്ലാത്തതുമാണ് എന്നതൊക്കെ തീരുമാനിക്കപ്പെടുന്നത്. അപ്പൊ ഇവിടെ അള്ളാഹു അടിസ്ഥാനപരമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം തന്നെ, ഹസനത്തും സയ്യിഅത്തും ഒരുപോലെ ആവുകയില്ല. പോരാടുന്ന രണ്ട് സംഘങ്ങളിൽ രണ്ട് സംഘവും ഒരുപോലെ ആവുകയില്ല. ഹസനത്തിനു വേണ്ടി നിലകൊള്ളുന്നവര് ആ വിധത്തിലാണ്, സയ്യിഅത്തിനു വേണ്ടി നിലകൊള്ളുന്നവര് ആ വിധത്തിലാണ്. ഹസനത്തും സയ്യിഅത്തും പരസ്പരം പോരടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ രണ്ടിനോടും ഒരേ നിലപാട് സ്വീകരിക്കുക എന്നത് ലോകത്തിന് സാധ്യമല്ല. മനുഷ്യന്റെ അടിസ്ഥാന പ്രകൃതം നന്മയെ ഇഷ്ടപ്പെടുക എന്നതാണ്. നന്മയെ വലിയ പ്രീമിയം കൽപ്പിച്ചുകൊണ്ട് കാണുക എന്നതാണ്. നന്മക്ക് വലിയ മുൻതൂക്കം നൽകുക എന്നത് മനുഷ്യ മനസ്സിന്റെ ഒരു സ്വാഭാവികമായ പ്രകൃതമാണ്. നന്മയാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്, അവശേഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. തിന്മ നശിക്കാനാണ് മനുഷ്യന്റെ അടിസ്ഥാന പ്രകൃതം എപ്പോഴും തേടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരിക്കലും തന്നെ നന്മയും തിന്മയും ഒരേപോലെയാണ് എന്ന് ഒരാൾക്കും തന്നെ സങ്കല്പിക്കാൻ കഴിയില്ല. നന്മ നന്മയാണ്. അത് ലോകത്ത് വലിയ പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാക്കും. ജനങ്ങൾക്കത് ഗുണകരമായിരിക്കും. അതിന്റെ ഗുണം നേടുന്നവരായിട്ട് തലമുറകൾ തന്നെ ഉണ്ടാകും. പക്ഷെ തിന്മ ഒരിക്കലും അങ്ങനെയല്ല. തിന്മ ഒരാൾക്കും ഗുണം ചെയ്യൂല. തിന്മ ഒരാൾക്കും ഗുണകരമായതോ ഫലപ്രദമായതോ ആവുകയില്ല. ഒരാളും അതിനെ വളരെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുകയും ഇല്ല. അത് അവർക്ക് തന്നെയും ഗുണകരമല്ല. അത് അവരുടെയും നാശത്തില് കാര്യങ്ങളെ കൊണ്ട് ചെന്നെത്തിക്കുന്ന ഒരു സംഗതിയായിട്ടേ മാറുകയുള്ളൂ. അപ്പൊ നന്മയാണ് തീർച്ചയായിട്ടും അവശേഷിക്കേണ്ടതും എല്ലാവരും ഇഷ്ടപ്പെടുന്നതും ഏറ്റവും നല്ലതുമായിട്ട് ഉള്ള സംഗതി, തിന്മയല്ല. അപ്പൊ നന്മയും തിന്മയും തമ്മിലാണ് മാറ്റുരയ്ക്കപ്പെടുന്നതെങ്കിൽ അത് രണ്ടും ഒരുപോലെയാണ് എന്ന് ആരും സങ്കല്പിക്കരുത്. അത് വലിയ അബദ്ധമാണ്. നന്മയുടെ ഭാഗത്ത് നിലകൊള്ളുന്നവരും തിന്മയുടെ ഭാഗത്ത് നിലകൊള്ളുന്നവരും ഒരുപോലെയാണ്, രണ്ടു കൂട്ടരും നൽകുന്ന ത്യാഗങ്ങൾ ഒരുപോലെയാണ് എന്ന് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് നന്മയുടെ ഭാഗത്ത് നിലകൊള്ളാൻ സാധിക്കുന്നു എന്നത് തന്നെ ഏറ്റവും വലിയൊരു വിജയമാണ് ആരുടെയും കാര്യത്തിൽ. വല തസ്തവി അൽ ഹസനത്തു വല സയ്യിഅ, ഹസനത്തും സയ്യിഅത്തും ഒരുപോലെ ആവുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും ഉത്തമമായത് കൊണ്ട് നീ പ്രതിരോധിക്കണം. എന്തിനെയാണ് പ്രതിരോധിക്കേണ്ടത്? ഇദ്ഫഅ, നീ നേരിടണം, നീ ദിഫാ ചെയ്യണം, പ്രതിരോധിക്കണം. ബില്ലതി ഹിയ അഹ്സൻ, ഏതാണോ അഹ്സനായത് അതുകൊണ്ടാണ് നീ പ്രതിരോധിക്കേണ്ടത്. ഇപ്പൊ സയ്യിഅത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ അല്ലെങ്കിൽ സമൂഹങ്ങൾ, അവരുടെ കാര്യത്തിൽ വരെ നമുക്ക് ഇഹ്സാന്റെ ഒരു ഗുണകാംക്ഷ എപ്പോഴും വേണം. കാരണം അവർക്ക് ഒരു മാറ്റത്തിനുള്ള, നന്മയെ പുൽകാനുള്ള ഒരു സന്നദ്ധത ഒരു പക്ഷേ തെളിഞ്ഞു വന്നു എന്ന് വരാം. അതുകൊണ്ട് ഇഹ്സാൻ കൊണ്ടാണ്, അതിപ്പോ പോരാട്ടത്തിന്റെ രംഗത്താണെങ്കിൽ പോലും നമ്മൾ ഇഹ്സാനാണ് മുന്നോട്ട് വെക്കേണ്ടത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാളുടെയും
ദുഷിച്ച പര്യവസാനം ഉണ്ടാകാനല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഹക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് അയാള് സത്യം ഉൾക്കൊള്ളുന്നവനായി മാറുന്നവൻ ആകാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതാണ് വിശ്വാസിയെ ഏറ്റവും സമുന്നതനാക്കുന്ന ഒരു നിലപാടും. അതുകൊണ്ട് അള്ളാഹു ഇവിടെ പറയുന്നത് ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. പ്രത്യേകിച്ച് ആ സന്ദർഭത്തിൽ മക്കയില് വിശ്വാസികളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഖുറൈശി മക്കൻ പ്രമാണിമാരുടെ ആ പ്രവർത്തനങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തില് അവര് അഴിച്ചുവിടുന്ന ദ്രോഹങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ ഇരിക്കെ തന്നെ ഈ സയ്യിആത്തുകൾക്ക് പകരമായിട്ട് നിങ്ങൾ ഹസനാത്തുകൾ ചെയ്യാനാണ് അള്ളാഹു നിർദ്ദേശിക്കുന്നത്. ഹസനാത്ത് നിങ്ങളിൽ നിന്ന് നന്മയുണ്ടാവട്ടെ, അവർക്ക് കൂടി, നിങ്ങളുടെ സയ്യിഅത്ത് കൊണ്ട് നടക്കുന്ന നിങ്ങളുടെ പ്രതിയോഗികൾക്ക് കൂടി ഗുണമുണ്ടാവുന്ന വിധത്തിലുള്ള ഹസനാത്തുകൾ നിങ്ങളിൽ നിന്നുണ്ടാവട്ടെ. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. അഹ്സൻ ആയതുകൊണ്ട് പ്രതിരോധിക്കുക. അല്ലാതെ ഇപ്പോ ഒരു സമൂഹത്തില് വലിയ അക്രമം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന തിന്മയുടെ ശക്തികളുടെ അതേ നാണയത്തില് അവരെ നേരിടുക. ഉദാഹരണത്തിന് ഇസ്ലാമിക സമൂഹത്തിൽ കടന്നു കയറി വലിയ ദ്രോഹം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകള് സൈനിക നടപടികൾക്കിടയിൽ ഒരു പക്ഷേ മുസ്ലിം പ്രദേശങ്ങളിലെ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ദ്രോഹിക്കുന്നുണ്ടാകും. അവരെ കൊന്നൊടുക്കുകയോ അവരെ മാനഹാനിക്ക് വിധേയരാക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാകും. എന്ന് കരുതി മുസ്ലിങ്ങൾ അവരെ നേരിടുമ്പോ കുട്ടികളെ ദ്രോഹിക്കുകയോ വൃദ്ധന്മാരെ ഉപദ്രവിക്കുകയോ അതുപോലെ സ്ത്രീകളെ ബലാത്കാരം ചെയ്യുകയോ ഒന്നും ചെയ്യുക എന്നത് മുസ്ലിം സമൂഹം ഒരിക്കലും ചെയ്യാൻ പാടുള്ള സംഗതിയല്ല. അവരെ ഏതു വിധത്തിലാണ് ഇങ്ങോട്ട് ദ്രോഹിച്ചത് എന്നത് നോക്കി അതേ വിധത്തില് അവരെ ദ്രോഹിക്കുക എന്നതല്ല ഇസ്ലാമിന്റെ നിലപാട്. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. ഉത്തമമായതാണ്. അത് ഉത്തമമായത് എന്നതിന്റെ അർത്ഥം പോരാട്ടത്തില് അവരെ വകവരുത്തുകയില്ല, അവരെ നശിപ്പിക്കുകയില്ല എന്നല്ല. അതേ സമയത്ത് തിന്മ ആഗ്രഹിച്ചുകൊണ്ട് അതിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു നിലപാട്, അല്ലെങ്കിൽ അവര് ചെയ്ത വൃത്തികേടുകൾ അതേ നാണയത്തില് അവരോട് പ്രതികരിക്കുക എന്നതൊന്നും സത്യവിശ്വാസികൾക്ക് പാടുള്ള കാര്യമല്ല. നന്മയാണ് വിശ്വാസികളിലൂടെ ഉണ്ടാവേണ്ടത്. അവശേഷിക്കേണ്ടതും നന്മയാണ്. അത് നന്മ ആ വിശ്വാസികളുടെ സംഘത്തിൽപ്പെട്ടവർക്ക് മാത്രമല്ല, ശത്രുപക്ഷത്ത് ആരൊക്കെ പിൽക്കാലത്ത് അതിജീവിക്കുന്നുവോ ആ സമൂഹം എന്ന നിലക്ക് അവർക്കും കൂടി ഇവരിൽ നിന്ന്, വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് നന്മ ലഭിക്കണം. അവരുടെ പിന്മുറക്കാർക്ക് കൂടി നന്മയാണ് അവരിൽ നിന്നുണ്ടാവേണ്ടത്. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. അങ്ങനെ ചെയ്താൽ എന്താ ഉണ്ടാവുക? ഫൈദല്ലദീ ബൈനക വ ബൈനഹു അദാവത്ത്. അങ്ങനെയെങ്കിൽ നിനക്കും നീയുമായി ശത്രുതയുള്ള ഒരാൾക്കും ഇടയിൽ എന്ത് മാറ്റാണ് ഉണ്ടാവുക? കഅന്നഹു വലിയുൻ ഹമീം. ഉറ്റ സുഹൃത്തായി മാറിയ പോലെയുള്ള ഒരവസ്ഥയാണ് അവർക്കിടയിൽ സംജാതമാവുക. ഇതാണ് അള്ളാഹു വ്യക്തമാക്കുന്ന ഒരു കാര്യം. നിങ്ങളിൽ നിന്ന് നന്മയുണ്ടാകുന്നത് കണ്ടാൽ പകയും വിദ്വേഷവും അല്ലെങ്കിൽ തിന്മയും വളർത്തുക എന്നതിന് പകരം നിങ്ങൾ അവരുടെ തന്നെ നന്മയാണ് ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത് എന്നത് അവർക്ക് ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള ചില നന്മകൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ നിങ്ങളും വേറൊരു കൂട്ടരും തമ്മിൽ പകയുണ്ടായിരുന്നു, ശത്രുത ഉണ്ടായിരുന്നു എന്ന് വെക്കുക, എങ്കിൽ തന്നെ അവര് നിങ്ങളുടെ വലിയുൻ ഹമീമായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. വലിയുൻ ഹമീമായിട്ട്. അതുകൊണ്ടാണ് മക്ക മുശ്രിക്കുകളുമായി ഇസ്ലാമിക സമൂഹത്തിന് നടത്തേണ്ടി വന്ന പല പോരാട്ടങ്ങളുടെയും ഒടുവിൽ നേരത്തെ ഇസ്ലാമിന്റെ ശത്രു പാളയത്തില് നേതാക്കന്മാരായി നിലകൊണ്ടിരുന്ന പല ആളുകളുടെയും മക്കള് പിന്നിട്ട വർഷങ്ങളിൽ, അല്ലെങ്കിൽ അതിനെ തുടർന്ന് വന്ന വർഷങ്ങളിൽ ഇസ്ലാമിന്റെ വലിയ പോരാളികളായിട്ട് മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചത്. തങ്ങളുടെ പിതാക്കന്മാരെയോ അല്ലെങ്കിൽ മുതിർന്ന ആളുകളെയോ ഒക്കെ വകവരുത്തിയ യുദ്ധത്തില്
പോരാട്ടത്തിൽ കൊന്നുകളഞ്ഞ ആളുകളാണ് എന്ന ഒരു പ്രതികാര വാഞ്ചയോടെയല്ല ഈ ആളുകൾ പിന്നെ നിലപാടുകൾ സ്വീകരിക്കുന്നത്. മുസ്ലിം പക്ഷമായിരുന്നു ശരി, അവരായിരുന്നു നന്മക്ക് വേണ്ടി നിലകൊണ്ടിരുന്നത്. അവര് നമ്മളോട് പോലും ആത്മാർത്ഥത കാണിക്കുന്ന, ഇഖ്ലാസ് കാണിക്കുന്ന ആളുകളാണ് എന്ന കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ്, ആ ഗുണകാംക്ഷയുടെ നന്മ മനസ്സിലാക്കിക്കൊണ്ടാണ് പല ആളുകളും, അവരുടെ പിതാക്കന്മാര് പലരും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതാണ്. മുസ്ലിം പക്ഷത്ത് നിന്നുള്ള പോരാളികളുടെ വാളിന്റെ പ്രഹരമേറ്റ് മരിച്ചവരാണ് അവരിൽ പലരും. എന്നിട്ട് പോലും അവര് അതിലുള്ള പ്രതികാരമൊക്കെ കൈവെടിഞ്ഞ് സത്യമാർഗത്തിലേക്ക് കടന്നു വരാൻ അവര് സന്നദ്ധരായത് ഈ ആളുകളെ ഇഹ്സാൻ ഉദ്ദേശിക്കുന്നു എന്നത് മനസ്സിലായത് കൊണ്ട് കൂടിയാണ്. അതുകൊണ്ട് വലാ തസ്തബി അൽ ഹസനത്തു വല സയ്യിഅ, തിന്മയും നന്മയും ഒരുപോലെ ആവുകയില്ല. തിന്മയാണ് എപ്പോഴും അവശേഷിക്കേണ്ടത്, ഉയർന്നു നിൽക്കുക, അതിനാണ് ജനപ്രീതി ഉണ്ടാവുക, ആളുകൾ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ഒക്കെ അതാണ്. മനുഷ്യപ്രകൃതത്തിന്റെ തേട്ടമാണ് നന്മ, തിന്മയല്ല. ഒരിക്കലും തിന്മയല്ല, ഇഹ്സാനാണ് അല്ലെങ്കിൽ ഹസനത്താണ് ഉയർന്നു നിൽക്കുന്നത്, സയ്യിഅത്തല്ല. വലാ തസ്തബി അൽ ഹസനത്തു വല സയ്യിഅ. എന്നിട്ട് തിന്മയെ പ്രതിരോധിക്കാനുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ട്, ഒരു ഹിക്മത്തായിട്ട് അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നത് ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. അഹ്സൻ ആയതുകൊണ്ട്, ഉത്തമമായ ഒരു സംഗതിയെ കൊണ്ട് ആണ് നിങ്ങൾ തിന്മയെ പോലും നേരിടേണ്ടത്, തിന്മയെ പോലും പ്രതിരോധിക്കേണ്ടത്. ഫൈദല്ലദി, അങ്ങനെ ചെയ്താൽ, അല്ലദീ ബൈനക വ ബൈനഹു അദാവത്ത്, നിനക്കും അവനും ഇടയിൽ ശത്രുതയുണ്ട് എന്ന് വെക്കുക ഒരു ആളുടെ കാര്യത്തിൽ. ആ ആള് കഅന്നഹു, അവൻ വളരെ പെട്ടെന്ന് തന്നെ വലിയുൻ ഹമീം ആയി മാറുന്നത് കാണാം. കഅന്നഹു വലിയുൻ ഹമീം, വലിയ എന്ന് പറഞ്ഞാൽ മിത്രം, ഹമീം എന്ന് പറഞ്ഞാൽ ഉറ്റ ചങ്ങാത്തമുള്ള, സ്നേഹബന്ധമുള്ള എന്നൊക്കെയാണ് അർത്ഥം. വളരെ വാം ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരു വലിയായിട്ട്, ഒരു കൂട്ടുകാരനായിട്ട്, ഒരു മിത്രമായിട്ട് അയാൾ മാറുന്നു. ഹമീം എന്ന് പറഞ്ഞാല് തപ്തമായ എന്നാണ് ശരിക്കുള്ള അർത്ഥം, ചൂടുള്ള എന്നാണ്, തപിക്കുന്ന എന്നാണ്. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ ഒരു തപിക്കലാണ്. നമ്മളോട് ഇഷ്ടമുള്ള ഒരാൾക്ക് നമ്മള് പ്രയാസം നേരിടുന്ന കാണുമ്പോൾ മനസ്സിങ്ങനെ പതയ്ക്കും. അങ്ങനെയുള്ള സ്നേഹം, അത്രയും വാമായ സ്നേഹവും ഇഷ്ടവും ഉള്ള ഒരാൾക്കാണ് ഹമീം എന്ന് പറയാം. ഇതിന്റെ വേറെ പല രൂപങ്ങളും ഖുർആനിൽ തന്നെ ഉപയോഗിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഹമീം എന്ന വാക്ക് വേറെ പല സന്ദർഭങ്ങളിലും ഈ അതിന്റെ ചൂട് അല്ലെങ്കിൽ അതിന്റെ തപിക്കുന്ന അവസ്ഥയൊക്കെ കാണിക്കുന്നതിന് വേണ്ടി. ഇത് ആത്മമിത്രമായതുകൊണ്ട്, നമ്മളോട് വളരെ ഇഷ്ടമുള്ള ഒരു കൂട്ടുകാരനായതുകൊണ്ട് നമ്മളെ പ്രയാസവും വിഷമവും ഒക്കെ അവരെ മനസ്സിനെ അങ്ങനെ തപ്തമാക്കും, അല്ലെങ്കിൽ തപിപ്പിച്ചുകൊണ്ടിരിക്കും എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഈ ഹമീം എന്ന വാക്ക് ഈ ആത്മമിത്രത്തിനും സുഹൃത്തിനും ഒക്കെ ഉപയോഗിക്കുന്നത്, അറബിയിൽ ആ പ്രയോഗം വരുന്നത്. അപ്പോ ആരുമായിട്ടാണോ നിനക്ക് ശത്രുത ഉണ്ടായിരുന്നത്, അവൻ നിന്റെ അടുത്ത മിത്രമായി, ആത്മമിത്രമായി മാറുന്നത് കാണാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് നന്മ ഉദ്ദേശിക്കുക എന്ന്, നന്മ ചെയ്യുക എന്ന്, ഗുണകാംക്ഷ കാണിക്കുക എന്ന്. ഗുണകാംക്ഷയും നന്മയും ഒക്കെ ആത്മാർത്ഥതയും ഒക്കെ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നിലപാട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ പ്രകടമായാൽ തീർച്ചയായിട്ടും അതിന്റെ ഫലം ഉണ്ടാവല് വലിയ പകയോടുകൂടി നമ്മളെ കണ്ടിരുന്ന ആളുകൾ, നിങ്ങളുമായിട്ട് അവർക്ക് വലിയ ശത്രുതയാണ്, എന്നാൽ പോലും അവര് പെട്ടെന്ന് വലിയ ഹമീമായിട്ട് മാറും. അതുകൊണ്ടാണ് ബദർ യുദ്ധത്തിൽ ഇസ്ലാമിനോട് പോരടിക്കാൻ വേണ്ടി വന്നവരിൽ ചിലര് പിന്നീടുള്ള പല യുദ്ധഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഏറ്റവും വലിയ സംരക്ഷകരായിട്ട് നിലകൊള്ളുന്ന ഒരു ചിത്രം നമുക്ക് കാണാൻ കഴിയും. അവര് വലിയ ഹമീമായിട്ട് മാറി. നേരത്തെ അവർ ഇസ്ലാമിനോട് വലിയ ശത്രുത കാണിച്ചിരുന്നവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വകവരുത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരായിരുന്നു. പിന്നീട് ചില ഘട്ടങ്ങളിൽ അവരാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവൻ സംരക്ഷിക്കുന്നതിനായിട്ട് സ്വന്തം ജീവൻ പോലും ബലി കഴിക്കാൻ സന്നദ്ധരായി യുദ്ധകളത്തിലൊക്കെ നിലകൊള്ളുന്നവരായി മാറിയത്. അവര് വലിയ ഹമീമായിട്ട് മാറുകയായിരുന്നു. അപ്പൊ അതിനുള്ള സൂത്രവാക്യം ഈ ഇഹ്സാൻ കൊണ്ട് പ്രതിരോധിക്കുക എന്നതാണ്.
ശത്രുതയെ, പകയെ, വിദ്വേഷത്തിനെ, എതിർപ്പിനെ, ഇതിനെയൊക്കെ നേരിടാൻ ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ എന്ന തന്ത്രം പ്രയോഗത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ അള്ളാഹുവിന്റെ പ്രവാചകനും അനുയായികൾക്കും അള്ളാഹു നിർദ്ദേശം നൽകുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ആയത്തുകളുടെ തുടർച്ചയായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി തുടർന്നുള്ള ആയത്തുകളിൽ നമുക്ക് കാണാം. ആശയപരമായി വലിയ അടുപ്പമുള്ള ചില കാര്യങ്ങളാണ് അവയിൽ എന്നതിനാൽ തന്നെ ഇപ്പോൾ നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളെ വീണ്ടും പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് തുടർന്നുള്ള ആയത്തുകൾ പഠന വിധേയമാക്കേണ്ടി വരിക എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാസുദാവാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.